റോയിച്ച ശബരിമല സ്വർണ്ണക്കടത്തിലെ അന്വേഷണം എ പത്മകുമാറിലെത്തിക്കുകയാണ്. സ്വാഭാവികമായും അത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ എത്തുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനുള്ള സാധ്യതയുണ്ടോ? അല്ല, ആൾ കടകംപള്ളി ആയതുകൊണ്ടും ഏത് വിവാദങ്ങളും കടകംപള്ളിയുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടും ആ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം കടകംപള്ളിയുടെ ഒരു പൊതു നേച്ചർ അനുസരിച്ച് എപ്പോഴും വിവാദങ്ങളിലും അഴിമതി ആരോപണങ്ങളിലും ഒക്കെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ കാര്യമായി പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായ അദ്ദേഹത്തിൻ്റെ പേരുകളുണ്ട്. 2000-ലുണ്ടായ കല്ലുവാതുക്കൽ മദ്യ ദുരന്തത്തിലെ പ്രധാന വില്ലനായ മണിച്ചൻ്റെ മാസപ്പടി ഡയറിയിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരുണ്ട്. അന്ന് അദ്ദേഹം അങ്ങനെ MLA-യോ മന്ത്രിയോ ഒന്നും ആയിട്ടില്ല. അന്ന് തിരുവനന്തപുരം ജില്ലയിലെ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ളൊരു പദവിയിൽ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ പൊതുവെ അറിയപ്പെടുന്നൊരു ചെറുപ്പക്കാരനായ ഒരു നേതാവ് എന്നുള്ള പരിവേഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അക്കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ പേര് മാസപ്പടി ഡയറിയിൽ ഉണ്ടാവുകയും അത് വലിയ വിവാദമാവുകയും നിയമസഭയിൽ ചോദ്യം വരികയൊക്കെ ചെയ്താണ്. പിന്നെ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അത്, പ്രത്യേകിച്ച് വർക്കൽ രാധാകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പണം വാങ്ങി എന്നൊക്കെയുള്ള ന്യായീകരണത്തിലാണ് അതങ്ങ് ഒതുങ്ങി പോവുകയൊക്കെ ചെയ്ത്. പിന്നീട് നമ്മൾ അദ്ദേഹം MLA ആയി മന്ത്രിയൊക്കെ ആകുന്ന സമയത്താണ് വീണ്ടും പല വിവാദങ്ങളിലും ചെന്ന് ചാടിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷും ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര്, സ്വപ്ന സുരേഷ് തന്നെ അവർ ജയിലിൽ നിന്ന് ഇറങ്ങി ചാനലുകൾക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്തൊക്കെ തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണെന്നൊക്കെയുള്ള മട്ടിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ ഒരു മോശം ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിനൊക്കെ ഇടയാക്കിയ സംഭവമാണ്. പിന്നീട് അദ്ദേഹം ദേവസ്വം ടൂറിസം വകുപ്പുകളുടെ ചുമതലയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. ആ മന്ത്രി എന്നുള്ള നിലയിൽ കാര്യമായ വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പക്ഷേ ഇപ്പോൾ വളരെ സജീവമായി പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ പേര് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർത്തുന്നുണ്ട്. അതിനൊരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ വിവാദങ്ങൾ, ഈ സ്വർണ്ണപ്പാളി പിന്നെ ഇളക്കിക്കൊണ്ടു പോവുകയും കൊണ്ടുപോയി ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാലത്താണെന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അദ്ദേഹവുമായി അടുപ്പമുണ്ടെന്നൊക്കെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ആ സമയത്താണ് എ പത്മകുമാറും ഈ വാസുവുമൊക്കെ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന ഒരു കാലഘട്ടം അതാണ്. അതുകൊണ്ടാണ് ഈ ആരോപണങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പിന്നെ വളരെ സജീവമായി നിൽക്കുകയും പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ അഴിമതിയിൽ പങ്കുണ്ടെന്നൊക്കെ ആരോപണം ഉയർത്തിയെങ്കിലും അത് സംബന്ധിച്ച് തെളിവൊന്നും വിട്ടിട്ടില്ല. അപ്പം അതിങ്ങനെ അന്തരീക്ഷത്തിൽ ഈ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ദിവസങ്ങളിലൊന്നും തന്നെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ ഒന്നും തന്നെ കടകംപള്ളിയുടെ പേര് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴികളൊന്നും കൊടുത്തതായിട്ട് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ന്യായാന്യായതകളും അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴേ കടകംപള്ളിക്ക് എന്തെങ്കിലും റോളുണ്ടോ, കടകംപള്ളി ഇതിനകത്ത് നേരിട്ടോ അല്ലാതെയോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും അതവിടെ നിൽക്കുകയാണ്. അന്തരീക്ഷത്തിൽ ആ പേര് വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടെന്നൊക്കെ നാഴിക്ക് 40 വട്ടം പറയുന്ന ഒരു പാർട്ടിയുടെ ദേവസ്വം ബോർഡിലെ നോമിനികളായിരുന്നവരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ ഏറ്റവും വിശ്വസ്തന്മാരിൽ ഒരാളായ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു N. വാസു. അദ്ദേഹം സർവശക്തനായിരുന്നു. കമ്മീഷണറായിട്ട് 2 തവണ ഇരുന്നു. പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി. അതിനു മുമ്പ് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജായിരുന്നു. അതിനു മുമ്പ് പി.കെ. ഗുരുദാസൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ CPM-ഉമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരിക്കുന്ന CPM-ലെ നേതാക്കന്മാരുടെ ഗ്രൂപ്പുകൾക്ക് അതീതമായ എല്ലാവരുടെയും വിശ്വസ്തനായിരുന്ന വാസു ഈ കുടുങ്ങി അകത്തായപ്പോഴത്തേക്ക് CPM-ന് വലിയ തോതിലുള്ള പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ചേർന്ന ചില ചാനലുകളും മാധ്യമങ്ങളും മറ്റ് ചില പ്രതിപക്ഷ പാർട്ടികളും നടന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നു എന്നായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നും അല്ല. CPM-ന് തന്നെ നേരിട്ട് ബന്ധമുള്ള CPM-ൻ്റെ അകത്തെ ആൾക്കാരെന്ന് പറയുന്ന വാസു ആണ് ഇപ്പോൾ അകത്ത് കയറി ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കുളക്കടയ്ക്കടുത്തുള്ള ജയിലിലാണ് ഇപ്പോൾ, കൊട്ടാരക്കര സബ് ജയിലിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ പത്മകുമാർ എന്ന് പറയുന്നത് 91 കാലത്ത് അവിടെ കോന്നിയിൽ നിന്ന് ജയിച്ചു വന്ന CPM-ൻ്റെ വളരെ പ്രതീക്ഷയും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, MLA-മാരിൽ ഒരാളായിരുന്നു ആ ഘട്ടത്തിൽ പത്മകുമാർ. പിന്നീട് പത്മകുമാറിന് അങ്ങനെ കാര്യമായിട്ട് രാഷ്ട്രീയ വളർച്ചയൊന്നും ഉണ്ടായില്ല. അവിടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ടി വന്നു. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആകുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അതിലേക്ക് എത്തിയില്ല.
ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ആയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ വിവാദമായ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി ഉണ്ടാവുകയും തുടക്കത്തിൽ പത്മകുമാർ ഈ സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ട് പ്രസ്താവനകളൊക്കെ ഇറക്കിയ. പക്ഷേ അതിനേക്കാൾ അതീശത്വവും അതിനേക്കാൾ ശക്തിയുള്ള പ്രതാപശാലിയുമായ വാസു തൊട്ടപ്പുറത്ത് കമ്മീഷണറായിട്ടുണ്ടായിരുന്ന സമയത്ത് സർക്കാർ വാസുവിൻ്റെ വാക്കുകൾക്കാണ് വില കൊടുക്കുകയും വാസുവിൻ്റെ തന്നിഷ്ടം പോലാണ് പല കാര്യങ്ങളും സ്ത്രീ പ്രവേശനമൊക്കെ വളരെ സുഗമമായി നടത്തുകയൊക്കെ ചെയ്ത്. അപ്പോൾ വാസുവിനാണ് പ്രസിഡൻറ്റിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെക്കാട്ടിലും ഒരു ശക്തിയും പ്രതാപവും ഉണ്ടായിരുന്നു എന്നുള്ളൊരു കഥകൾ ആ സമയത്ത് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പം ബോർഡിൻ്റെ തീരുമാനങ്ങളാണെങ്കിലും വാസുവിൻ്റെ ഇംഗിതം അനുസരിച്ചാണ് പല കാര്യങ്ങളും നടന്നു എന്നുള്ള ഒരു ധ്വനി പുറത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും പത്മകുമാർ ഏതാണ്ട് അറസ്റ്റിൻ്റെ വക്കീലേക്കോ അല്ലെങ്കിൽ പത്മകുമാറും ഏതാണ്ട് ജയിലിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെട്ട് നിൽക്കുന്നത്. പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും പത്മകുമാർ ഹാജരാവുകയും പത്മകുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടാവാനാണ് നിലവിലെ സാധ്യത. അല്ല, ഈ CPM ഇപ്പം ന്യായീകരണം നിരത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ അധികാരമുള്ള ഒരു ബോഡിയാണ് എന്നുള്ള ന്യായീകരണം ഈ ദേവസ്വം മന്ത്രിയിലേക്ക് എത്താതിരിക്കുന്നിടത്തോളം ഇത് പറയാം. അത് ഒരു വലിയ ന്യായീകരണം അവർ പറയാൻ പറ്റില്ല. അല്ല, ഇതൊക്കെ നമുക്ക് കടലാസിലും നമ്മൾ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ്, അല്ലെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ ഗവർണറാണെന്ന് പറയുന്ന പോലെയൊക്കെയുള്ള ആലങ്കാരികമായ സ്ഥാനം മാത്രമാണ് ഈ പ്രസിഡന്റ്. കാര്യങ്ങൾ നടത്തുന്നത് സർക്കാരും ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയൊക്കെ തന്നെ. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അത് പേരിന് മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ. സർക്കാരിൻ്റെ ഇംഗിതം അനുസരിച്ച് സർക്കാരിൻ്റെ താല്പര്യം അനുസരിച്ചാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നതും അതിൻ്റെ ദൈനംദിന കാര്യങ്ങളും എല്ലാം. കാരണം സ്വയംഭരണ സ്ഥാപനമാണെങ്കിൽ സർക്കാർ എന്തിനാണ് രാഷ്ട്രീയ നോമിനികളെ വെക്കുന്നത്? കൊള്ളാവുന്ന ഉള്ളവരെ വെച്ചാൽ പോരെ. ഈ രംഗത്ത് ശരിക്കും വിശ്വാസവും ഭക്തിയും ഉള്ളവരെ തന്നെ, ഇത് ഒരു വിശ്വാസവും ഇല്ലാത്ത മന്ത്രിമാരൊക്കെ തന്നെയാണ് അവിടെ പോയി ഭരണം നടത്താൻ ചെല്ലുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. ദേവസ്വം ബോർഡ് ഈ പ്രസിഡന്റുമാരിൽ പലർക്കും തന്നെ ഈശ്വര വിശ്വാസം പോലും ഇല്ലാത്തവരൊക്കെ തന്നെയാണ്. നമ്മളത് കാണാം. അവരുടെ നട തുറക്കുമ്പോഴൊക്കെ അവരുടെ പെരുമാറ്റങ്ങളും ഒക്കെ കാണുമ്പോഴേ അറിയാം അവർക്ക് ഇതിനകത്തൊന്നും ഒരു ഭക്തിയില്ല, അവർക്ക് ഇതിനകത്തൊരു വിശ്വാസവും ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടും. അപ്പോൾ അതൊക്കെ പേരിന് വേണ്ടി പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതല്ല. മന്ത്രിയുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മൊഴിയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ മന്ത്രി എന്തെങ്കിലും റോൾ എടുത്തിരുന്നോ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി എന്തെങ്കിലും സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തോ, അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് മന്ത്രി മിണ്ടാതിരുന്നോ, ഇതൊക്കെ വരേണ്ട കാര്യങ്ങളാണ്. മന്ത്രി ഇതൊന്നും അറിയാതിരിക്കുകയായിരുന്നു. ഈ ശബരിമലയിലെ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകരുതെന്ന് ദേവസ്വം മാനുവലിനകത്തുള്ള ഇപ്പോൾ ഇതൊക്കെ ഇളക്കിക്കൊണ്ട് ഊരിക്കൊണ്ട് പോകുമ്പോഴും ഈ മന്ത്രി ഉൾപ്പെടെയുള്ളവരെന്താ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ ജോലി ഇവനെന്താണ്? എന്തിനാണ് ഇവരെ ഈ പദവി ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത്? എന്തിനാണ്? ചുമ്മാ കാഴ്ചക്കാരനായിട്ട് ഇരിക്കാനല്ലല്ലോ. ഈ സൗകര്യങ്ങൾ പദവികളും എന്താ പറയുക, എസ്കോട്ടും പൈലറ്റും എല്ലാം കൊടുത്ത് ഇവരെ എന്തിനാണ് നിലനിർത്തുന്നത്? ഈ വകുപ്പുകൾ കൃത്യമായിട്ട് ഭരിക്കാനും ഇതിൻ്റെ മേൽനോട്ടം നയിക്കുന്നവരുണ്ട്. അതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെന്താണ് ഇവർ അപ്പോൾ അഴിമതിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് വരുന്നത്. അല്ല, ഇതിൽ പറയുമ്പോൾ ഗുരുവായൂരും ദേവസ്വത്തിലും ഇതേ സമാനമായ ഒരു കാര്യം പറയുന്നുണ്ട് കടകംപള്ളിയുടെ. അത് തന്നെ ഞാൻ പറഞ്ഞേ, ഇത് കുത്തഴിഞ്ഞ അവസ്ഥയ്ക്ക് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ പഴിചാരിയിട്ട് പോയി കാര്യമില്ലല്ലോ. നിങ്ങളുടെ റോൾ എന്താണ്? മന്ത്രി എന്ന് പറഞ്ഞാൽ മേൽനോട്ട ചുമതലയും ഇടപെടേണ്ട സമയത്ത് ഇടപെടുകയും നീതിപൂർവമായ കാര്യങ്ങൾ നടപ്പിലാക്കാനുമാണ്. ഈ ഭഗവാന്റെ സ്വത്ത് യുവന്മാർ കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ മന്ത്രി എന്തെടുത്തോണ്ടിരിക്കുകയെന്ന് അറിയാതിരിക്കുകയാണോ? ഇത് നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ട് ഈ പട്ടാപ്പകല് ശബരിമലയിൽ നിന്ന് ഇത് ആൾക്കാരുടെ മുമ്പ് കൂടി ഇത് അഴിച്ചുകൊണ്ട് പോകുമ്പം ഈ മന്ത്രിയും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കണ്ണുപൊട്ടന്മാരായിട്ട് നിൽക്കായിരുന്നു. അല്ലല്ലോ, ഇവരുടെ ജോലി ഇവർ ചെയ്തില്ല. ഒന്നുകിൽ ഇവർ അഴിമതിക്ക് കൂട്ടുനിന്നു, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് അടിച്ചു. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഇവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം ലക്ഷോപലക്ഷം കോടാനുകൂടി ഭക്തരുടെ അവർ കാണിക്കയായിട്ട് ഇടുന്ന പൈസയും ഒക്കെ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അത് മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞാൽ കൈ എഴുതി നിൽക്കാൻ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല, ഉദ്യോഗസ്ഥന്മാരാണെന്ന് എങ്ങനെ പറയും? നിങ്ങൾ വെച്ച രാഷ്ട്രീയ നോമിനികളായ രണ്ടുപേരാണ് ഇപ്പോൾ അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നത്, ഇല്ലേ? അപ്പോൾ സർക്കാരിന് ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഭരണകൂടത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ആരാധനാലയമാണ്, ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ നടക്കുന്ന അഴിമതി സർക്കാർ അറിയുന്നില്ല, പിന്നെ ആരറിയാൻ? ഇത് ഉത്തരം പറയാനുള്ള സകല ബാധ്യതയുണ്ട്. ജനങ്ങളോട് ഇതിന് മുന്നിൽ പറയണം. ഇപ്പോൾ പോലും അതാണ് ഏറ്റവും നമ്മൾ സങ്കടകരമായി. ഈ സംസ്ഥാന സർക്കാരോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയോ CPM ഇത്രയും വലിയ അഴിമതി കൊള്ള നടന്നിട്ട് സംസ്ഥാനത്തെ ജനങ്ങളോട്, അല്ലെങ്കിൽ ഭക്തരോട്, വിശ്വാസികളോട് ഒരു വാക്കിൽ പോലും ഒരു മാപ്പ് പറയാൻ, പശ്ചാത്താപം ഉണ്ടെന്ന് പോലും പറയാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാപട്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് കൈ കഴുകി മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇതൊരു നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ലയോ എന്നുള്ളത്. പക്ഷേ വിശ്വാസമുള്ള ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ അവർ വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ
ഈ കാണിച്ച വൃത്തികേടിന്, നീതികേടിന്, നിയമവിരുദ്ധമായ കാര്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞാലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കൈ കഴുകി മാറി നിൽക്കാനുള്ള യാതൊരു പിന്നെ കാര്യവും നടക്കത്തില്ല. നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയണം. ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, സർക്കാരിന് ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു കണിക പോലുമില്ല. സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കുറ്റം സംഭവിച്ചു പോയി, അത് ഏറ്റു പറയാൻ ജനങ്ങളോട് ഇനി ആവർത്തിക്കത്തില്ല, ഞങ്ങൾ ഇനി ഇത് തിരുത്തി മുന്നോട്ട് പോകും എന്നൊരു വാക്ക് ഈ ദേവസ്വം മന്ത്രിയോ മുഖ്യമന്ത്രിയോ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ആരും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ ഇതിനകത്ത് കൈ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നത്. ഇതുവരെ തുടക്കത്തിൽ എന്താണ് കേസന്വേഷണം നടന്നുകൊണ്ടിരുമ്പോൾ CBM പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർക്കൊന്നും ഒരു പങ്കില്ല എന്നാണ് പറഞ്ഞത്. പങ്കുള്ള പാർട്ടിയുടെ ഏറ്റവും അടുത്ത അകത്തെ മന്ത്രിമാരെന്ന് പറയുന്നവരാണ് ഇതിനകത്ത് ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ കൈ ഒഴുകി നീക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക, ഒരു കുറ്റം ഏറ്റുപറച്ചിൽ ഉണ്ടാവുന്നില്ല. അത് ജനങ്ങൾ ഏത് തരത്തിലാണ് ഇനി പ്രതികരിക്കുന്നുള്ളത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടറിയണം.